ഓഫാക്കേക്ക് ചാർജ് കിട്ടല്ല ആരെയും വിളിച്ചുമ്പോ കിട്ടൂലേ അത് പറഞ്ഞപ്പോളാ എടി ആസ്പത്രിയിലെ പൈസ കൊടുത്തത് മജീദാക്കല്ല ഞാൻ ചോദിച്ചേ ആരെ കൊടുത്തത് പുറത്തുമില്ല ആരേക്കാരാണ് അത് നിങ്ങൾക്ക് അറിയണ ആരായിരിക്കും നിങ്ങളെ കഞ്ഞി ഞാൻ കുടിക്കാൻ നോക്കി ആ ഫോൺ എടുത്തച്ചാ അല്ല നമുക്ക് ഐസ്ക്രീം തിന്നാലാ ഐസ്ക്രീം ഒക്കെ തിന്നാ സ്റ്റാൻഡേർഡോടെ തിന്നാണ്ടേ സ്റ്റാൻഡേർഡാ ഇയ്യുന്നാ കാക്ക കുൽഫി ഉണ്ടാ എത്ര മാണ്ടിയരോ എണ്ണം പോരെ 2 വേണ്ട 5 തന്നാല് എത്രയായി 25 റുപ്യ അല്ല അനക്കെങ്ങനെ സാരുവാല് അനക്ക അമ്മായിയല്ലേ ഇരിക്കല്ല സാരു സാരുവാ സാരു സാരുവാ നിങ്ങൾ രണ്ടാളും കൂടെ അവിടെ കണ്ട് സനുവോ സനുവോ വിളിച്ചിട്ട് കാര്യമില്ല ഓളോടേക്ക് പോയിക്കണേ ഇജ്ജ് മുട്ടിമോനോട് ചെന്നിട്ടേ ഓളോട് കൂട്ടിക്കൊടുന്ന കറങ്ങന്മാരെ മാറി എല്ലാരോടും അങ്ങനത്തെ നാട്ടുകാരോട് മൊത്തം അങ്ങനെ തന്നെയാണ് ഇടയ്ക്ക് കുട്ടിമാനാ ഇത് ഉഷാറായി നിക്കണേ എനിക്ക് ഇറച്ചിയും പൊറാട്ടയും ഒക്കെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് സെറ്റാക്കി തരും ഇല്ല സാനുവാ അല്ല അക്ക മുട്ടായി ആണ്ടേ മുട്ടായി തിന്നോ അല്ല നമ്മള് മുട്ടായി കൊടുത്തില്ല എനിക്കെന്തിനൊന്ന് 2 ഉണ്ട് കുട്ടൂസിനാണ് എന്നാ പിന്നട്ടാ അല്ല ചാനുവിടെ ചാനുവാ 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 അതെ കുഞ്ഞോണാത്ത ഇവരെ കൊണ്ട് അടങ്ങാറയിക്കണ് അതാ അവളെ പറഞ്ഞില്ല എനിക്ക് പോത്തിറച്ചിയും പൊറാട്ടയും കിട്ടുന്ന് നമുക്ക് വൈകുന്നേരം പോവാട്ടാ വൈകുന്നേരാ ഉച്ചക്കത്തെ നെയ്ച്ചോറൊക്കെ കൊണ്ടാവൂലേ മേ പോയി കച്ചേക്കാണ് പോവാ കച്ചേക്കാണ് മേ വെള്ളം വന്ന് ഇടയ്ക്ക് ഇപ്പൊ വരും പോത്തിറച്ചി പൊറാട്ടി എനിക്ക് കാത്തുണ്ടോ എനിക്കെന്തോ കുസാലാണ് എനിക്ക് കാത്തുണ്ടോ ഇപ്പൊ വരും പൊറാട്ടി ബാക്കി വെക്കരുത് അല്ല ആര് പോരണ്ടേ ഞാൻ വരുന്നില്ല ഞാൻ ഇവിടുന്ന് പഠിക്കാൻ പോവാണ് നിങ്ങൾ രണ്ടാളും ഉപ്പച്ചി വരുന്നതിന് മുന്നേ ഞാൻ ഇവിടുന്ന് പോവാൻ നോക്കി അപ്പൊ നെയ്ച്ചോറൊന്നുമില്ലേ കാക്കാരെ കുട്ടികൾ പോരടാ ടാ കാക്ക പോകുമ്പോ നെയ്ച്ചോറൊക്കെ മേടിച്ചരാ ടാ കിട്ടാത്ത മതി എന്തിനാ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നു ചെരുപ്പിടാൻ മറക്കണ്ട അല്ല കാക്ക നിങ്ങളല്ലേ പറഞ്ഞ അമ്മേന്റെ പേരെ ചെന്നാ പൊറോട്ടയും ബീഫും ബിരിയാണിയൊക്കെ കിട്ടുന്നു എന്നിട്ട് ആ കിട്ടിയ 2 ഉണക്കപ്പഴല്ലേ അനക്കിപ്പോ ഉണങ്ങിയ പഴങ്ങളും കിട്ടിയില്ലേ അനക്ക് പള്ളർച്ചി എന്ത് വേണം ഇറച്ചിയും പൊറാട്ടയും പോരെ ഇജി വാ നമുക്ക് പരമന്റെ ഹോട്ടലിനെ പള്ളർച്ചി ഇറച്ചിയും പൊറാട്ട ഉണ്ട് കഴിക്കാം പൈസ വെല്ലിപ്പണ് കൊടുത്തോളും വാ പിന്നെ കാസ്മേ എന്നോട് കാര്യം പറയണ്ട് ഇത് അവിടെ പോയി കണ്ട് ഒച്ചമളിയൊന്നും ഉണ്ടാക്കരുത് ഞാൻ വേണ്ട വിധം പറഞ്ഞോളാം കേട്ടാ ഉണ്ടാകാൻ ഇരുന്നാൽ മതി കേട്ടാ ആസറ എവിടെ പോയി ഇവിടെ ആരും ഇല്ലേ രവേട്ടാ അവിടെ കേറിക്ക് ഇതായിരുന്നു അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്താ സൊക്കടൊക്കെ എന്താ പാട്? അത് കുഴപ്പമില്ല, 2 ദിവസം ലീവ് ഒക്കെ എടുത്തപ്പോഴേ അതൊന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി നന്നാക്കിയായിരുന്നു. കേറിക്കും പുറത്തൊക്കെ കേറിക്ക്. പൊടി തട്ടി നന്നാക്കാനേ ബാലൻസ് ഉള്ളത് ഓട്ടർഷല്ല മനസ്സിലത് ഉണ്ടാക്കിയ
എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അല്ല നാസറ, എന്താ എൻ്റെ തീരുമാനം? ഓളാണ്ട് പറഞ്ഞേക്കാളുള്ള ഉദ്ദേശം നോക്കില്ലേ? ഇവിടെ തന്നെ നിർത്താനാ തീരുമാനിച്ചത്? അതിപ്പോൾ രവേട്ടാ, അത് കുറച്ചൊന്ന് ആലോചിക്കാണ്ട് അതിനെപ്പറ്റി. ഓൾക്കിപ്പോൾ പഠിക്കണം എന്നാണ് പറഞ്ഞത്. ആ ഒന്നും നടക്കൂല. നടക്കൂല എന്ന് പറഞ്ഞാൽ എങ്ങനെ? പൊന്നാര രവേട്ട, ഞങ്ങളാണ് ഈ കാര്യം ഉണ്ടാക്കിയത്. ഒരു വകതിരിവില്ലാത്ത ചെക്കനെ കൊണ്ട് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ കാര്യം നടത്തി. അതായത് പോട്ടെ, എൻ്റെ കുട്ടിക്ക് പഠിക്കണം എന്ന് ആദ്യം പറഞ്ഞില്ലിരുന്ന. നിങ്ങളത് പഠിക്കാന്ന് സമ്മതിച്ചോണ്ടല്ലേ ഞാൻ ഈ കാര്യത്തിന് സമ്മതിച്ചത്. എന്ത് നല്ല ഭാവി? എന്താണ് എന്തെങ്കിലും ഭാവി കണ്ടത്? ഏത് നേരം ഇമാരി കൂടുതലൊന്നും പറയാൻ പറ്റൂല. കാരണം എൻ്റെ കുട്ടിക്ക് പഠിക്കണം, അവൾക്ക് ഇവിടെ നിന്ന് പഠിക്കട്ടെ. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞു കിട്ട് അവിടെ വിട്ട് കഴിഞ്ഞാല് എൻ്റെ കുട്ടി ഒരു കയറുമ്പോ തൂങ്ങി ആറിന് ഞാൻ താത്താനത്തിന് പോയി വാങ്ങിക്കാം. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ട് ഞാൻ വിട്ട എൻ്റെ കുട്ടി കയറുമ്പോ തൂങ്ങി ആറിന് ഞാൻ കാണേണ്ടി വരും. തൽക്കാലം ഇപ്പം ഞാൻ തയ്യാറല്ല. ഓള് ഇവിടെ നിന്ന് പഠിക്കട്ടെ. അല്ല, എന്നിപ്പോൾ എന്താ കാട്ടുക? അവൻ പറഞ്ഞത് കേട്ടില്ലേ? ആ ഒന്നും നടക്കൂല. നീ അത് പഠിപ്പിച്ച ആളാന്ന്. എന്താ ഇപ്പോൾ പഠിപ്പിക്കണേന് എന്താണ്? ഇപ്പോൾ നോക്ക്, നമ്മളെ ചെക്കന് ഒരുപാട് പോരായ്മകളില്ലേ? ഇനിയിപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് വേറൊരു ബന്ധം പിന്നെ കൊണ്ടുവരാൻ പറ്റും നമുക്ക്? പഠിപ്പിക്കാന്നാണ് സമ്മതിക്ക്. അങ്ങനെ പറഞ്ഞാളി. അങ്ങനെ പറയട്ടെ. ആ, ഇനി ഒച്ചമ്പിലൊന്നും ഉണ്ടാക്കണ്ടട്ടാ. ഞാൻ മിണ്ടുന്നില്ല. അല്ല, എന്താ നാസറ എന്നെ തീരുമാനം? ഉപ്പച്ചി പറഞ്ഞതന്നെ എനിക്കും പറയാനുള്ളൂ. എനിക്ക് പഠിക്കണം. കുറച്ച് കാലം നിങ്ങൾ ആട്ടുനിപ്പം കേട്ട് ഞാൻ അവിടെ നിൽക്കണേ. ഇനി എന്നെ കൊണ്ട് അത് സഹിച്ചു നിൽക്കാൻ പറ്റൂല. അല്ല കുട്ടിയെ, എന്റെ താഴെ 2 കുട്ടികളല്ലേ, അറ്റുകളെ കാര്യം കൂടി ഒക്കെ നോക്കണ്ടേ? അതിനെ കുറിച്ച് നിങ്ങളാരും ബേജാറാവണ്ട. ഉമ്മച്ചി ഇല്ലാതെ ഇത്രയും കാലം ഉപ്പച്ചി ഞങ്ങളെ മര്യാദയ്ക്കാ നോക്കിയത്. ഓട്ടോ ഓടിച്ചിട്ടാണെങ്കിലും ഉപ്പച്ചി എന്നെ പഠിപ്പിച്ചോളൂ. ഇന്നല്ല, ഞങ്ങളെ 3 ആളെയും പഠിപ്പിച്ചോളൂ. ഉപ്പച്ചി പറഞ്ഞതന്നെ എനിക്കും പറയാനുള്ളൂ. ഞാൻ അങ്ങോട്ടില്ല. അല്ല, ഇനിയിപ്പോ ഒന്നും ചെയ്യാ. ഈ ഭാഗം മാഞ്ഞാത്രം നിന്നെ കിട്ടൂല. നിങ്ങൾ വരേണ്ട വന്നാലേ. എന്താ എന്റെ തീരുമാനം? നല്ലൊരു തീരുമാനം പറഞ്ഞപ്പോ തൽക്കാലങ്ങൾ പോയിക്കോളും. ഞാനേ ആലോചിച്ചിട്ടാണ് വിളിച്ചോളാം. നിങ്ങൾക്ക് വിളിച്ചോളാം. നിങ്ങൾ പോയിക്കോളും. നിങ്ങൾ പോയിക്കോളും.